സിറിയയിലെ ഡെമാസ്കസിലുള്ള മാർ ഏലിയാസ് പള്ളിയിൽ നടന്ന ഭീകര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ക്രൈസ്തവ വനിതയുടെ വിവരണം വേദനയോടെയല്ലാതെ കേൾക്കാനാവില്ല. അവളുടെ ഭർത്താവും ഭർത്താവിന്റെ സഹോദരനും ചാവേർ അക്രമിയെ തടയാൻ ശ്രമിക്കുന്നതിനിടെ ജീവൻ വെടിഞ്ഞവരാണ്. അവളുടെ കുടുംബത്തിലെ 7 പേർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഭീകര സംഭവത്തെപ്പറ്റി അവളുടെ വാക്കുകളിലേക്ക്: ഞങ്ങൾ എപ്പോഴും സമാധാനത്തിലും സുരക്ഷിതത്വത്തിലും ജീവിച്ച ആളുകളാണ്. ഞങ്ങൾ ആരെയും ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല. അഭിമാനിക്കുന്ന ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ. എൻ്റെ ഭർത്താവും സഹോദരനും രക്തസാക്ഷികളായി. പള്ളിയിൽ ചാവേറായി പൊട്ടിത്തെറിച്ചവനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ അവർ സ്വയം ബലിയായി. സെന്റ് ഏലിയാസ് പള്ളിയുടെ ജനാലകളിൽ വെടിവെപ്പുണ്ടായ ശേഷം കൊലയാളി ഭീകരൻ വാതിലുകൾ തുറന്ന് അകത്തേക്ക് വന്നപ്പോൾ എൻ്റെ ഭർത്താവ് ഗെറീസ് ബഷാരെയും അദ്ദേഹത്തിന്റെ സഹോദരൻ ബൂട്ടോസ് ബഷാരെയും മറ്റാർക്കും പരിക്കേൽക്കാതിരിക്കാൻ ഭീകരന്റെ അടുത്തേക്ക് ചെന്ന് അയാളെ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു. തീവ്രവാദി ബോംബ് പുറത്തെടുത്തു. എൻ്റെ ഭർത്താവ് അത് അവന്റെ കൈകളിൽ നിന്ന് പിടിച്ചുവാങ്ങി. അയാൾ അവനെ ചവിട്ടി തറയിലേക്ക് തള്ളിയിട്ടു. എൻ്റെ ഭർത്താവിന്റെ സഹോദരൻ അവന്റെ കാലുകളിൽ പിടിച്ച് വീണ്ടും അയാളെ തടഞ്ഞു. തീവ്രവാദി ബെൽറ്റൂരി. അപ്പോഴാണ് വലിയ സ്ഫോടനം ഉണ്ടായത്. എൻ്റെ ഭർത്താവിൻ്റെയും ഭർത്തൃ സഹോദരൻ്റെയും ഉൾപ്പെടെ മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും പള്ളിക്കുള്ളിൽ അന്തരീക്ഷത്തിലൂടെ പറക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ ഭർത്താവിൻ്റെ കരളും ഉദരവും എൻ്റെ സ്വന്തം കണ്ണുകളാൽ ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ശരീരഭാഗങ്ങളും എനിക്ക് കാണാമായിരുന്നു. എല്ലാവരും ഞങ്ങളോട് പുറത്തു കടക്കാൻ ആക്രോശിച്ചു. മറ്റൊരു തീവ്രവാദി സ്വയം പൊട്ടിത്തെറിക്കാൻ തയ്യാറെടുത്തു. ഞങ്ങൾ കുട്ടികളെ തിരയുകയായിരുന്നു. അവർ ചെറിയ കുട്ടികളായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ മകൾ രക്തത്തിൽ കുളിച്ചിരുന്നു. അവൾക്ക് ഇപ്പോൾ കാണാൻ കഴിയില്ല. അവളെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. ഞങ്ങൾ നേരിട്ട ദുരന്തം വാക്കുകൾക്ക് അതീതമാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ 7 പേർ മരിച്ചു. അവർ ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷികളാണ്. മരണപ്പെട്ട എല്ലാവർക്കും ആത്മശാന്തി ലഭിക്കട്ടെ. പരിക്കേറ്റവർ പൂർണ്ണമായും സുഖം പ്രാപിക്കട്ടെ.